ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിലേറ്റീവ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ സച്ചി ഉറങ്ങുന്നതും കാത്തിട്ട് സ്റ്റെയറിൻ്റെ മുകളിൽ വന്ന് കാത്തു നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. ഇവരിട്ട് ഉറങ്ങുന്നുമില്ല. ശ്രുതിക്കാണെങ്കിൽ ഫോൺ എടുക്കാനും പറ്റുന്നില്ല. നിന്ന് ശ്രുതിയുടെ കൈയും കാലും കഴിച്ചതല്ലാതെ ഒന്നുമില്ല. അപ്പോൾ വർഷയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക സച്ചിയും രേവതിയും കൂടി. അപ്പോൾ അതേ ഡയമണ്ട് മോതിരം കൊണ്ട് കൊടുത്തത് കൊണ്ടാണ് വർഷ ഇങ്ങനെ ശ്രീകാന്തിൻ്റെ കൂടെ തിരിച്ചു വന്നതെന്നുള്ള കാര്യം സച്ചി പറയുമ്പോൾ അവൾക്ക് ഈ ഡയമണ്ടും അല്ലെങ്കിൽ ഈ സ്വർണ്ണമൊന്നും അല്ല വലുത്. അവൾക്ക് അവളുടെ ഭർത്താവിൻ്റെ സ്നേഹമാണ് വലുത്. ആ സ്നേഹത്തിന് മുന്നിൽ ഈ ഡയമണ്ട് സ്വർണ്ണമൊന്നും അവൾക്കൊന്നും അല്ല എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നോ, ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ കിടക്കുമ്പോൾ സച്ചിയുടെ എഴുന്നേൽക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു രേവതി. എഴുന്നേക്ക് ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചു. എന്നതാടി കിടന്നുറങ്ങാൻ സമ്മതിക്കാത്ത രേവതി എന്ന് സച്ചി ചോദിക്കാം. വർഷ തിരികെ വന്നത് ഡയമണ്ട് മോതിരം തിരിച്ചു ശ്രീകാന്ത് കൊടുത്തത് കൊണ്ടല്ല. വർഷയ്ക്ക് ശ്രീകാന്തിനോടും ശ്രീകാന്തിന് വർഷയോടും സ്നേഹമുള്ളത് കൊണ്ടാ. പോരെ രേവതി? ആ മതി എന്ന് പറഞ്ഞ് രേവതി ഇരിക്കുന്നു. ഇനി എൻ്റെ മോനെ പാല് കുടിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ച് രേവതി സച്ചിയെ കൊണ്ട് അത് കുടിപ്പിച്ചു. അപ്പോഴാട്ടെ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ ശ്രുതിമോൾ ഇങ്ങനെ അവിടെ നിൽക്കുക. സച്ചിയാണ് പാല് മുഴുവനും കുടിച്ചു. അപ്പോൾ രേവതിക്കും കുറച്ച് കൊടുത്തു. രേവതിയോടും കുടിക്കാൻ പറഞ്ഞു. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. കുടിച്ചേ പറ്റുള്ളൂ എന്ന് പറയാം. അങ്ങനെ സച്ചി നിർബന്ധിച്ച് രേവതിയെ കൊണ്ടും കുടിപ്പിച്ചു. അപ്പോഴും ശ്രുതിക്ക് ഡബിൾ കാരണം ഒരാൾ എഴുന്നേക്കുകയല്ലോ, ശ്രുതി അങ്ങ് ചെല്ലുമ്പോൾ. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കാം. സച്ചി അത് കഴിഞ്ഞപ്പോൾ രേവതിയോട് പാട്ട് പാടാൻ പറഞ്ഞു. പാട് നീക്ക് അങ്ങ് പാടെന്ന് പറഞ്ഞ് ശ്രുതി മേളിൽ നിൽക്കുക. അപ്പോൾ ഏത് പാട്ടാണ് പാടേണ്ട? ഭക്തിഗാനം മതിയോ എന്ന് രേവതി ചോദിക്കുമ്പം എന്തിനാ രേവതി രാത്രി ദൈവങ്ങളെ ശല്യപ്പെടുത്തുന്നത്? നിനക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞു സച്ചി. അപ്പോൾ നമ്മുടെ രേവതി നല്ലൊരു പ്രണയ പാട്ടൊക്കെ പാടി. അങ്ങനെ രണ്ടുപേരും പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുമ്പം ഇപ്പം രണ്ടുപേരും ഉറങ്ങും. അപ്പം തന്നെ പോയി ഫോൺ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക. സച്ചി രേവതി ഇങ്ങനെ ഇരിക്കുക, ഉറങ്ങുന്നില്ല. നിന്ന് മടുത്തു ശ്രുതി. അപ്പോഴാണ് നമ്മുടെ ശ്രുതി അതിലെ കയ്യിൽ മുല്ലപ്പൂ ഒക്കെ വട്ടം ചുറ്റിക്കൊണ്ട് വരുന്നത്. ആ സമയത്ത് ദേ നിൽക്കുന്നു നമ്മുടെ ശ്രുതി. ഇവിടെ വന്ന് നിൽക്കുകയാണല്ലേ കൊച്ചു ഗള്ളി എന്നും പറഞ്ഞുകൊണ്ട് വന്ന് വിളിക്കണം. അപ്പോൾ അവർ രണ്ടുപേരും താഴെ കിടക്കുന്നു. ശ്രുതി ഇവിടെ നിൽക്കുന്നു. അയ്യേ, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നു? ഇവരുടെ കാട്ടായൊക്കെ കാണുന്ന ഇവരുടെ കാളരാഗം കേൾക്കാൻ വന്ന് നിൽക്കുകയാണോ? നിനക്ക് ഞാൻ നല്ല പാട്ട് പാടിത്തരില്ലേ? നീ വന്നേ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി വിളിക്കും. അപ്പോൾ വേണ്ട, ഞാൻ ഈ കാളരാഗം കേട്ടോളാന്ന് ശ്രുതി. അപ്പം നല്ല പാട്ട് ഞാൻ പാടിത്തരാമേ, എനിക്ക് പാട്ട് വരുന്നു വാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് ശ്രുതി അങ്ങ് പോയി. എന്നൊക്കെ പറഞ്ഞ് പാട്ടും പാടി രണ്ടും കൂടെ കയറി പോകും കേട്ടോ. ഇവർ രണ്ടുപേരും താഴെ ഇരിക്കുന്നു. പൊടി കലർത്തിയ പാല് ഇതേ അവിടെ ഇരിക്കുക. അപ്പോഴത്തേക്ക് ശ്രുതി നമ്മുടെ ശ്രുതിയെ കൈക്കുമ്പിളിൽ കോരി എടുത്തുകൊണ്ടാണ് വരുന്നത്. ശ്രുതി എന്താ ഈ കാണിക്കുന്നത്? എന്നെ താഴെ ഇറക്കെന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ ശ്രുതി ആണെങ്കിൽ ശ്രുതിയെ വട്ടം കറക്കും കേട്ടോ. താഴെ ഇറക്ക് ശ്രുതി. അപ്പോഴത്തേക്കും കട്ടിലേ കൊണ്ടുവന്ന് ഒരു ഇടൽ വിടും. അയ്യോ ഞാൻ വീഴും, ഇത് എന്നത് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതിക്ക് ഭയങ്കര ദേഷ്യം ശ്രുതിയോട്. അപ്പോൾ എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി നിൽക്കുക. അപ്പോൾ ശ്രുതി എന്തിനാ എന്നെ എടുത്തുകൊണ്ട് വന്നതെന്ന് ശ്രുതി ചോദിച്ചു കേട്ടോ. അപ്പോൾ അതെന്തിനാണെന്ന് നിനക്ക് മനസ്സിലായില്ലല്ലേ മണ്ടി എന്ന് ശ്രുതിയോട് ചോദിക്കുക. എന്നും പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രുതി പോയി വാതിൽ അടച്ചിട്ട് വന്നു. എന്നിട്ട് ഇപ്പം മനസ്സിലായോ എന്തിനാണെന്ന്? അപ്പോൾ കയ്യിൽ മുല്ലപ്പൊക്കെ ചുറ്റിട്ടുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കാണിക്കുക. ഒരു ശ്രുതി ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുക. എന്നിട്ട് മനസ്സിലായില്ലേ? മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പാലെടുത്തുകൊണ്ട് വന്നു. ഇന്ന് ഇത് നമ്മൾ രണ്ടുപേരും പപ്പാതി കുടിക്കും. അച്ചമ്മ പറഞ്ഞു, നിനക്ക് ഓർമ്മയില്ല? ഈ കുടുംബത്തിൽ ആദ്യം ഉണ്ടാകുന്ന പേരക്കുട്ടിക്കാണ് അച്ചമ്മയുടെ സ്വത്തുക്കൾ മുഴുവനും കൊടുക്കുന്നതെന്ന് എനിക്ക് ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വന്നു എന്നും പറഞ്ഞുകൊണ്ട് പറയാം. അപ്പം എത്ര നേരമായി ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുന്നു ശ്രുതി എന്ന് ശ്രുതി ചോദിക്കുമ്പം ശ്രുതിക്ക് എന്താ ഓർക്കൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ കരുതിയത് ശ്രുതി ഉറങ്ങിയെന്നാണെന്ന് ഇങ്ങനെ ശ്രുതി പറഞ്ഞപ്പോൾ, അല്ല നിന്നെ വെയിറ്റ് ചെയ്യുന്നതിനിടയിൽ ഞാൻ അറിയാതെ ഒന്ന് ഉറങ്ങിപ്പോയി എന്ന് ശ്രുതി അന്നേരം പറഞ്ഞു. എന്നിട്ടൊരു ചിരിയും ചിരിച്ചു. പിന്നെ അതെ, ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടെന്നേ. സ്വപ്നത്തിൽ നമ്മൾ രണ്ടുപേരും അങ്ങ് പാരീസിലായിരുന്നു എന്ന് ശ്രുതി പറയാം. അവിടെ ഈഫൽ ടവറിൻ്റെ മുന്നിൽ നമ്മൾ രണ്ടുപേരും കൂടി ഡാൻസ് കളിക്കുക. അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുവാണ്. അയ്യോ, എന്തൊരു റൊമാൻസ് ആയിരുന്നു സ്വപ്നത്തിലെന്ന് അറിയാമോ? സ്വപ്നത്തിൽ മാത്രം റൊമാൻസ് പോരല്ലോ, അത് കുറച്ച് നമ്മുടെ ജീവിതത്തിലും വേണ്ടേ എന്നൊക്കെ ശ്രുതിയോട് ചോദിക്കുക. പിന്നെ എന്നും പറഞ്ഞിരിക്കുക ശ്രുതി. എങ്കിലും ഞെട്ടി ഉണർന്നത് ഭാഗ്യമായി, ഇല്ലെങ്കിലേ ഇന്നത്തെ രാത്രി പോയി കിട്ടിയാനെന്നും ശ്രുതി പറയാം. ശ്രുതിയുടെ ഒരു സ്വപ്നം, എനിക്ക് ഉറക്കം വരുന്നില്ല, ഞാൻ അപ്പുറത്തുണ്ടാകുമെന്ന് പറഞ്ഞാൽ ശ്രുതി എഴുന്നേറ്റ് പോകുമ്പോൾ ഉറക്കം വരരുത്, ഈ രാത്രി ഉറക്കം വരരുത് എന്നൊക്കെ ശ്രുതിയോട് പറയും. അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുക കേട്ടോ, ഇത് എന്നതായത്. അപ്പം അച്ചമ്മയുടെ ഓഫറേ നമുക്ക് തന്നെ കിട്ടണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാലങ്ങ് കുടിക്കാൻ പറഞ്ഞു. കുടിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് ശ്രുതിയെ കൊണ്ട് കുടിപ്പിക്കുക. അപ്പോൾ ശ്രുതി കുറച്ച് കുടിച്ചു. ശ്രുതിയെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിക്കുക കേട്ടോ. ശ്രുതി ആ പാല് മൊത്തം അടുമടാന്ന് കുടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇങ്ങനെ പതുക്കെ ശ്രുതിയുടെ കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ശ്രുതി ഒരു ചിരിയൊക്കെ ചിരിച്ച് അങ്ങനെ ഇരിക്കുന്നു. രണ്ടുപേരുടെയും കണ്ണിങ്ങനെ തൂങ്ങി വരും കേട്ടോ.
അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ കണ്ണ് തൂങ്ങി 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 ശ്രുതിയുടെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും വലിയ കോട്ടുപായൊക്കെ ഇട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ ഇരിക്കുക. നീ എന്തിനീ കോട്ടുപായ ഇടുന്നത്? നീ അല്ലേ പറഞ്ഞു നിനക്ക് ഉറക്കം വരുന്നില്ല എന്ന്. അപ്പോൾ എന്തോ എനിക്ക് ഉറക്കം വരുന്നു ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് ഉറങ്ങി. കിടന്ന പാടെ അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോഴത്തേക്ക് ഇത് എന്തൊരു നാശമാണെന്നും പറഞ്ഞ് മുല്ലപ്പൂവിലേക്ക് നോക്കിയിരുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. നമ്മുടെ ശ്രുതി അവിടെ അങ്ങനെ അങ്ങ് കിടന്നു. രണ്ടുപേരും പോത്തുപോലെ കിടന്ന് അങ്ങ് ഉറങ്ങി. ആ സമയത്തും സച്ചിയും രേവതി അവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അങ്ങനെ പാട്ട് പാടി കുറേ സമയം അങ്ങ് പോയി. എൻ്റെ പൊന്ന് സച്ചേട്ടാ പാട്ട് നിർത്തുക. ഇനി ഇങ്ങനെ കിടന്ന് പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരും എഴുന്നേറ്റ് വരും. അന്നേരം അമ്മയുടെ വായിൽ നിന്ന് എനിക്കായിരിക്കും ചീത്ത കേൾക്കുക എന്ന് രേവതി പറഞ്ഞു. അന്നേരം ആരും വരത്തില്ല, എല്ലാവരും നല്ല ഗാഠനിദ്രയിലാണെന്ന് സച്ചി പറയാട്ടോ. എന്നിട്ട് രേവതിയെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ സച്ചിയുടെ വീട് സച്ചേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ രേവതി പാട്ടൊക്കെ പാടി ഇങ്ങനെ അവർ രണ്ടുപേരും കൂടെ കിടക്കുന്നു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ശ്രുതിയുടെയും മുറിയിൽ വന്ന് കൊട്ടുക. ഇവരിതുവരെ എഴുന്നേറ്റില്ലേ എന്നും പറഞ്ഞു ഒന്ന് കൊട്ടുന്നു. എവിടെ എടാ ശ്രുതി എന്നും പറഞ്ഞ് വിളിക്കുക കേട്ടോ. ശ്രുതി അന്നേരം നല്ല ഉറക്കുക. കുറേ കൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പതുക്കെ എഴുന്നേറ്റു. അപ്പോൾ ശ്രുതി ഒന്ന് വാതിൽ തുറന്നു. ഇത് എന്തൊരു ഉറക്കം, ഞാൻ എത്ര തവണ വിളിച്ചു, എന്താ വാതിൽ ഉറക്കം വൈകിയേ എന്ന് ചന്ദ്രമതി വന്ന് ശ്രുതിയോട് ചോദിച്ചു. അത് വിളിച്ചത് കേട്ടില്ല, നല്ല ഉറക്കമായിരുന്നു എന്ന് ശ്രുതി പറയാട്ടോ. അപ്പോൾ ചന്ദ്രതേ അകത്തേക്ക് കയറി വന്നു. നിങ്ങളെന്താ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ, ഫോണിൽ സിനിമയും കണ്ടിരുന്നോ എന്നൊക്കെ ചോദിക്കുക. സമയം എത്രയെന്നും വല്ല അറിയോ, ഇവന് ഷോറൂം തുറക്കണ്ടേ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുക. അപ്പോഴും ശ്രുതി നിന്ന് വായിക്കോട്ട വിട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ശ്രുതി അടിമുടി ഇങ്ങനെ നോക്കുക. ഇത് എന്നതാ, ഇപ്പോഴും ശ്രുതി നല്ല ഉറക്കുക. ഞാൻ എത്ര അലറി വിളിച്ചിട്ട് ഇവൻ അറിഞ്ഞിട്ടില്ല, ഇവൻ്റെ അടുത്ത് കുംഭകർണം തോറ്റു പോകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര എന്ന് അടിച്ചെഴുന്നേൽപ്പിക്കുക. അപ്പോൾ ശ്രുതി എഴുന്നേക്കാൻ വൈകും. ശ്രുതിയാ പാല് കൂടുതൽ കുടിച്ചതെന്ന് ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ എന്താ പുറകുറുക്കുന്നതെന്ന് ചോദിച്ചു ശ്രുതിയോട് ചന്ദ്ര. അയ്യോ ഒന്നുമില്ല ശ്രുതി എഴുന്നേക്ക്, ഇങ്ങോട്ട് എഴുന്നേക്ക് ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് പിടിച്ച് എഴുന്നേൽപ്പിക്കുക. കണ്ണ് തുറക്കാതെ എന്താ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ണ് തുറക്കടാ, അവൻ്റെ ഒരു ഉറക്കം, കണ്ണ് തുറക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര കിടന്ന് വിളിക്കുന്നത്. എന്തൊരു ഉറക്കമായിട്ട് ഇത്, പെട്ടെന്ന് ഫ്രഷായി ഭക്ഷണം കഴിച്ചിട്ട് ഷോറൂമിൽ പോകാൻ നോക്കടാ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഇന്ന് പോകണോ അമ്മേ, എനിക്ക് വയ്യ എന്ന് ശ്രുതി ചന്ദ്രയോട്. അന്നേരം നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും കേട്ടോ, പെട്ടെന്ന് പോകാൻ നോക്കിയടാ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ പറയുകയും ശ്രുതിയുടെ കയ്യിലേക്ക് നോക്കുകയും ഒരുമിച്ചുണ്ട്. ഇതെന്താടാ കയ്യിൽ ചുറ്റിയിരിക്കുന്ന മുല്ലപ്പൂമാലയോ? അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അപ്പോഴത്തേക്കും ചന്ദ്രയ്ക്കൊരു നാണം. ഓ ഇപ്പം എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്താ എഴുന്നേക്കാൻ വൈകിയതെന്ന്. അപ്പോൾ പറഞ്ഞതൊന്നും നിങ്ങൾ മറന്നിട്ടില്ലല്ലേ? അയ്യേ അങ്ങനെയൊന്നും ഇല്ലമ്മേന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി. അപ്പോൾ അച്ചമ്മയാവാനുള്ള എൻ്റെ ആഗ്രഹം പെട്ടെന്ന് നടക്കും എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ പറയും. അന്നേരം അതൊക്കെ കേട്ടപ്പോൾ ശ്രുതി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എനിക്ക് സന്തോഷമായി മക്കളെ, എനിക്ക് സന്തോഷമായിരുന്നു ചന്ദ്ര. അത്രയും നേരം വഴക്ക് പറഞ്ഞ് നമ്മുടെ ചന്ദ്രയുടെ ടൂണൊക്കെ അങ്ങ് മാറി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയാട്ടി അമ്മ അവിടെ നിന്ന് അങ്ങ് പോയി. അന്നേരത്തേക്കും ശ്രുതി ആക്ച്വലി ഇന്നലെ രാത്രി എന്താ ശരിക്കും സംഭവിച്ചതെന്ന് ശ്രുതി ചോദിക്കാം. പാല് കുടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, അതിനുശേഷം സംഭവിച്ചത് എനിക്ക് ഓർമ്മയില്ലെന്ന് പറയുമ്പം ഞാൻ അടുക്കളയിൽ കയറി ഇടിച്ച് മൂക്കിയാൻ പരത്തും ഒരു മുല്ലപ്പൂവും പാലും എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോയി. ഓ ഓ അങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ ഇരിക്കുക. എന്നാലും എന്തായിരിക്കും സംഭവിച്ചത്, എന്നാലും ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ ഇരിക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മീര ദാസിനെ കാണാൻ വരും കേട്ടോ. അപ്പോൾ ദാസിനെ കാണാനായിട്ട് മീര വന്നു. എടാ താനെന്തിനാ എന്നെ ഇങ്ങനെ കൂടെ വിളിച്ച് ശല്യപ്പെടുത്തുന്നതെന്ന് മീര ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. താനെന്തിനാ എന്നോട് സംസാരിക്കുന്നത്? അപ്പം മേലിലെല്ലാം വിളിച്ചു പോകരുതെന്ന് പറയുമ്പം നിന്നോടൊക്കെ മനുഷ്യൻ സംസാരിക്കുമോ? എനിക്ക് സംസാരിക്കേണ്ടത് നിൻ്റെ ഫ്രണ്ട് ശ്രുതിയോടാണെന്ന് പറയുമ്പം അവൾ എൻ്റെ കൂടെയാണോടാ അതിന് താമസമെന്ന് ചോദിച്ചു മീര. അവളെ അന്വേഷിച്ച് പാർലറിൽ പോയി, അവളവിടെ ചെന്നിട്ടില്ല. ഞാൻ കുറേ തവണ വിളിച്ചു, ഫോണാണെങ്കിൽ അവൾ എടുക്കുന്നതും ഇല്ല. നീ അവളെ വിളിച്ചിട്ടേ നീ ഫോൺ എനിക്ക് തരാൻ പറഞ്ഞു. അന്നേരം ഞാൻ വിളിക്കാം, അവളെ അല്ല പോലീസിനെ വിളിക്കാമെന്ന് മീര. നിന്റെ ഈ പിച്ചതണ്ടലൊക്കെ അന്നത്തോടെ അവസാനിക്കുമെന്ന് മീര പറഞ്ഞു ഇവനെ പേടിപ്പിക്കും. അപ്പം വിളിക്കുക പെട്ടെന്ന് വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് വേണം എനിക്ക് പോലീസിനോട് കഥകളൊക്കെ പറയാനെന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പം മീര വിളിക്കുന്നില്ല. നീ വിളിക്കുന്നില്ലേ, വിളിക്കടി എന്നും പറഞ്ഞുകൊണ്ട് മീരയെ വഴക്ക് പറയാ ദാസ്. മര്യാദയ്ക്ക് നീ അവളെ വിളിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് വിളിപ്പിക്കുന്നേ. അപ്പം മീര വിളിക്കുന്നു. ഫോണാണെങ്കിൽ അവിടെ ഹോളിൽ ഇരുന്ന് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ചന്ദ്ര അതുവഴി വരുന്നതും ഫോൺ കാണുന്നതും. എടുത്തു. ശ്രുതി വന്നപ്പം ചന്ദ്ര ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചന്ദ്ര വേഗം കോൾ അറ്റൻഡ് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ മീര ഹലോ ശ്രുതി എന്നും പറഞ്ഞപ്പോൾ മീര ഇപ്പുറ സൈഡിൽ ചന്ദ്രയാണെന്ന് അറിയുന്നില്ലല്ലോ. അപ്പോൾ ചന്ദ്ര ഹോൾ എടുത്തപ്പോഴത്തേക്കും ശ്രുതി നീ എവിടെയാണ് ഉള്ളത്? പിയ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിയ അത് പിന്നെ ശ്രുതി അപ്പോഴത്തേക്കും അയ്യോ എൻ്റെ ഫോണാണല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഓടി വന്നു കേട്ടോ. ആൻറ്റി ആരാ? ശ്രുതി നിൻ്റെ ഫ്രണ്ട് മേരിയ ഫോണിൽ, അവളായതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുത്തത് കേട്ടോ എന്ന് പറഞ്ഞു. സാരമില്ല ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഫോൺ മേടിച്ചു. എന്തിനാടി വിളിച്ചതെന്ന് ചോദിക്കുമ്പം എടി അതെ
ഈ ദ്രോഹി നവീൻദാസ് എൻ്റെ കൂടെ ഉണ്ടടി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതിയുടെ കണ്ണൊക്കെ പുറത്തി ആടി പേടിച്ചിട്ട്. ചന്ദ്ര അടുത്ത് നിൽക്കല്ലേ, ശ്രുതിക്ക് മിണ്ടാനും പറ്റില്ല, മിണ്ടാതിരിക്കാനും പറ്റില്ല. അന്നേരത്തേക്കും ഇപ്പുറം സൈഡിൽ നിന്ന് അപ്പുറം സൈഡിലേക്ക് ഫോൺ വെച്ചു. അപ്പോഴത്തേക്കും അവിടെ ചേട്ടൻ തട്ടിപ്പറിച്ച് ഫോൺ മേടിച്ചു. ഞാൻ സംസാരിച്ചോളാമെന്നും പറഞ്ഞു. ഹലോ കല്യാണി, സുഖല്ലേ എന്ന് നവീൻദാസ് ചോദിച്ചു. അപ്പോഴത്തേക്കും ചന്ദ്രനെ നോക്കണല്ലോ. സുഖം എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക. അപ്പോഴത്തും നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. കേട്ടോ, നീ പഠിച്ച കള്ളിയാ കേട്ടോ, എനിക്ക് മനസ്സിലായി. നീ രാഷ്ട്രീയത്തിലാണെങ്കിലേ ഈ രാജ്യം പിടിച്ചടക്കിയിട്ടുണ്ടാകും, അത്രയ്ക്ക് മിടുക്കാ നിനക്കെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും അതെ എനിക്ക് സുഖം തന്നെയാ. ചന്ദ്രപുറകിൽ നിൽക്കുന്നതിൻ്റെ പേടി ശ്രുതിക്ക് വേറെ. അപ്പം നിനക്ക് സുഖം തന്നെയാണ്, അതെനിക്കറിയാം. പക്ഷേ എനിക്ക് അത്ര സുഖമല്ല കേട്ടോ. കാശ് കയ്യിലുണ്ടെങ്കിൽ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അത് പറയാനാണ് ഞാൻ നിന്നെ വിളിച്ചതെന്ന് പറയുമ്പം അതെ അതെ അത് ശരി, നല്ല വിഷയം തന്നെയാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പം ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്, സുഖമായിട്ടിരിക്കുന്നോ? എന്നെക്കുറിച്ച് അച്ഛൻ ചോദിച്ചായിരുന്നു, അച്ഛനെ കണ്ടല്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഡയലോഗ്. നീ എന്താ ഇത് പരസ്പര ബന്ധമില്ലാതൊന്നും സംസാരിക്കുന്നത്, നിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്, കറക്റ്റാ പറഞ്ഞതേ. നിങ്ങൾ വിഷയം പറയാനായിട്ട് ശ്രുതി ഇങ്ങനെ പറഞ്ഞപ്പോഴും ചന്ദ്ര ഇങ്ങനെ വട്ടം പിടിച്ചിങ്ങനെ നിൽക്കാം. പുതിയ വിഷയമൊന്നുമില്ല, പഴയ വിഷയം തന്നെ. നീ എനിക്ക് എൻ്റെ കാശ് തരണമെന്ന് പറഞ്ഞു. ആ നേരത്തേക്ക് ഞാൻ തരാം, 1 മാസത്തിനുള്ളിൽ എന്തായാലും. 1 മാസമൊന്നും പറ്റത്തില്ല, അത്രയൊന്നും എനിക്ക് വെയിറ്റ് ചെയ്യാനും പറ്റത്തില്ല എന്ന് പറയുന്നത് നവീൻദാസ് പറയുക. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നു, നാളെ എനിക്ക് പെട്ടെന്ന് കാശ് തന്നില്ലേ നിൻ്റെ വീട്ടിലേക്ക് കയറി വരും, ഉറപ്പാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാപ്പോഴത്തേക്ക് ശ്രുതി അയ്യോ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കണം. നീ എനിക്ക് കാശ് പെട്ടെന്ന് തന്നു, അല്ലെങ്കിൽ നിൻ്റെ ജീവിതം അതോടുകൂടി അവസാനിക്കും, നീ ഓർത്ത് വെച്ചോളാനൊക്കെ പറഞ്ഞ് നവീൻദാസ് പറയുവാണ്. എന്തായാലും നിൻ്റെ പിന്നാലെ തന്നെ ഞാനുണ്ടെന്നുള്ള കാര്യം നീ മറക്കരുതെന്നും പറഞ്ഞ് ഒരാഴ്ചക്കകം എനിക്ക് 5 ലക്ഷം രൂപ കിട്ടിയേ പറ്റുള്ളൂ, ഇല്ലെങ്കിലേ നിൻ്റെ വീട്ടിലെത്തും ഞാനെന്നും പറഞ്ഞ് നവീൻദാസ് ശ്രുതിയെ പേടിപ്പിച്ചിട്ട് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മീര, നിനക്ക് മനസാക്ഷി ഇല്ലേടാന്ന് ചോദിക്കുക നവീൻദാസിനോട്. എത്ര നാളായി നീ ടോർച്ചറിങ് തുടങ്ങിയിട്ടെന്ന് മീര ചോദിച്ചു. നിൻ്റെ ഫ്രണ്ടിനോട് പെട്ടെന്ന് കാശ് തരാൻ പറഞ്ഞോ, ഇല്ലെങ്കിലേ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അങ്ങ് ചെയ്ത് കളയും കണ്ടോ എന്ന് പറഞ്ഞ് നവീൻദാസ് അവിടെ നിന്ന് അങ്ങ് പോയി. ശ്രുതി അന്നേരം ഇങ്ങനെ പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുക. അപ്പം ചന്ദ്ര ശ്രുതിയുടെ അടുത്തേക്ക് വന്നു. ശ്രുതിയുടെ ടെൻഷൻ കണ്ടപ്പം ശ്രുതി ആരാ ഈ PA എന്ന് ചോദിച്ചു. അല്ല എന്താ ആൻറ്റി അങ്ങനെ ചോദിച്ചേ? അങ്ങനെ ഒരാളെക്കുറിച്ച് ആൻറ്റിക്ക് എങ്ങനെ അറിയാം? അല്ല ഫോൺ എടുത്തപ്പോൾ മീര പറഞ്ഞതാ PA വന്നിട്ടുണ്ടെന്ന്, അതാ ചോദിച്ചേ. അതോ, അത് പിന്നെ അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടാ, പേര് പ്രശാന്ത് എന്നാണെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ PA എന്നാ ഷോർട്ടായിട്ട് വിളിക്കുന്നതേ, അതാ അവള് പറഞ്ഞേ. അല്ല അച്ഛനെ കണ്ടോന്നൊക്കെ ചോദിക്കുന്നത് കേട്ടല്ലോ, അതെന്താ? അത് പിന്നെ അദ്ദേഹം അച്ഛൻ്റെ ഫ്രണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അച്ഛനെ കാണാൻ അദ്ദേഹം പോയായിരുന്നു, അദ്ദേഹം അവിടെ അച്ഛൻ്റെ കൂടെ ദുബായിലുള്ളതേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശ്രുതി നിന്ന് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തത്തിക്കളിക്കും. അപ്പം നിൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ഏകദേശം എത്ര കാശ് കാണും? ഒരു 3 കോടിയൊക്കെ കാണുമോ എന്ന് ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുമ്പോൾ ശ്രുതി നിന്നിങ്ങനെ ചിരിക്കുക. അല്ല നീ എന്താ ചിരിക്കുന്നേ? അല്ല 3 കോടിയെന്ന് പറഞ്ഞില്ലേ, അതാ എനിക്ക് ചിരി വന്നതെന്ന് ശ്രുതി ഇങ്ങനെ പറയാം. അന്നേരം അതെന്താ അത്രയ്ക്കൊന്നും ഇല്ലേന്ന് ചോദിച്ചു. അപ്പം അയ്യോ അച്ഛൻ്റെ അക്കൗണ്ടിലെ 3 കോടിയൊന്നും അല്ല, ഒരു 300 കോടിയെങ്കിലും കാണും ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ വീണ്ടും ശ്രുതി മോഹിപ്പിച്ചിങ്ങനെ ആ മോഹവലയത്തിൽ നിർത്തുന്നു. ഇത് കേട്ട് ചന്ദ്രയുടെ കണ്ണുന്തി പുറത്ത് ചാടി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് കഥയായിരുന്നു ഇന്നത്തേത്. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.